എഫ്.പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ആസാം റൈഫിൾസിൽ ഇതാ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് ആസാം റൈഫിൾസിൽ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ടെക്നിക്കൽ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. 215 വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ഫെബ്രുവരി 2025 മുതൽ 22 മാർച്ച് 2025 വരെയാണ്. അതുപോലെ തന്നെ 18നും 30നും വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കായിരിക്കാം ഇതിനകത്ത് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ആസാം റൈഫിൾസിന്റെ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് 2025 ആണ് ഇപ്പോൾ നടക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ശേഷം പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനറൽ കാറ്റഗറി OBC കാറ്റഗറിയിൽ ഇതിൽ ഗ്രൂപ്പ് ബിയിലേക്ക് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപയും, ജനറൽ OBC കാറ്റഗറിയിലേക്ക് ഗ്രൂപ്പ് സിയിലേക്ക് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SC STക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 215 പൊസിഷൻസിലേക്കാണ് ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ പോസ്റ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയസ് ടീച്ചറാണ്. അതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഇതിന്റെ റിലവന്റ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ റേഡിയോ മെക്കാനിക്, അത് 10th പാസ് ആണ്. ഡിപ്ലോമ ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലൈൻമാൻ ഫീൽഡ്, അത് 10th പാസ് വിത്ത് ITI സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ്, ഇതായിരിക്കും അതിന്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയർ എക്വിപ്മെന്റ് മെക്കാനിക്, അത് 10th പാസ് വിത്ത് ITI ഇൻ ദ റിലവന്റ് ട്രേഡ്, ഈ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ITI ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് 10th പാസ് വിത്ത് ITI, ഈ സെയിം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. റിക്കവറി വെഹിക്കിൾ മെക്കാനിക്, അതും ഇത് തന്നെയാണ്, 10th പാസ് ആണ്. ITI, ഈ റിലവന്റ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ITIയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾസ്റ്റർ, അതും 10th പാസ് ആണ്. റിലവന്റ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ITIയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ, അത് 10th പാസ് വിത്ത് ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് സയൻസ് ആണ് അതിൽ ചോദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ITI ചോദിക്കുന്നുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ, അതിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ദ റിലവന്റ് ട്രേഡ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ട്രേഡിൽ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്ലംബർ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, എക്സ്റേ അസിസ്റ്റന്റ്, ഇതിലെല്ലാം ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10th + 2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലവന്റ് ട്രേഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. പിന്നെ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതിൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓർ ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, അത് ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ടുള്ള സിഗ്നേച്ചർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ഏത് ട്രേഡിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ട്രേഡിൽ വേണ്ടുന്ന ഡിഗ്രിയുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST OBC EWS PWD തുടങ്ങിയവർക്കുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ആധാർ ID ആൻഡ് പ്രൂഫ് ഉണ്ടായിരിക്കണം. പിന്നെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതായത് നിങ്ങളുടെ റെസിഡൻസ് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ അതർ സർട്ടിഫിക്കറ്റ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ വാലിഡ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇത്തരത്തിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അതിനുശേഷം ഇതിന്റെ ഫസ്റ്റ് ടൈം വരുന്നത് റിട്ടൺ എക്സാം ആണ്, റിട്ടൺ ടെസ്റ്റ് ആണ്. അതിനുശേഷം സ്കിൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് മെറിറ്റ് ലിസ്റ്റ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ വരുന്നു എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് ആസാം റൈഫിൾസിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഒരു ഫുൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഫില്ല് ചെയ്ത് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ മറക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ AFPയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ 11th റെസിഡൻഷ്യൽ ബാച്ചും അവൈലബിൾ ആണ്. അഡ്മിഷൻ ഇത് ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക.